ആക്ഷൻ ഉണ്ട്. കടകളിൽ ഏകദേശം 5ഓളം ഫൈറ്റ് ഉണ്ട്. 3 മാസ്റ്റേഴ്സാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ നല്ലൊരു അടി തന്നെയാണ് കൊണ്ടും കൊടുത്തും ഞങ്ങൾ ഷൂട്ട് ചെയ്തത്. ഞങ്ങളുടെ ഫൈറ്റ് മാസ്റ്റർ ത്രൂ ആണ് ഞങ്ങൾക്ക് ലോകേഷ് ഇത് റിലീസ് ചെയ്ത് തന്നത്. അപ്പോൾ അതും വലിയ എക്സൈറ്റിംഗ് ഉണ്ടാക്കുന്നൊരു കാര്യമാണ്. நீங்கள் லேண்ட் ஆகிட்டீங்கன்னா போதும். நான் சொன்னேன் நீங்கள் லேண்ட் ஆகிறது முக்கியம் இல்லை. நான் பெட்டுக்குள்ள லேண்ட் இந்த பெட்டுக்குள்ள தான் வெளியே தெரியாமே நான் செத்துருவேன். அது தெரிஞ்சதுலேயே நான் செத்துருவேன். ஓன் த வேல செத்துருவேன். அப்போ ரகுவரன் வந்தார். என்ன ஓட்டப்பேன் தலைவரை இருந்து குதிக்கணும். அப்படியே பஸ் யார் குதிக்கிறது? இல்லை என்னதான் குதிக்க சொல்கிறாங்க. யாரா சொன்னேன் என்ன சொல்கிறாங்க பஸ் இவனாவது அங்கே குதிச்சா செத்துருவான். நான் அது சொன்னாவே நான் இப்போ செத்துருவேன். ஷாஜி கைலாஸ் சார் என்ன வந்து இன்ட்ரடியூஸ் பண்ணது சாதனா நாட்டராஜாவை படத்தில். ஆமாம் அது வந்து நான் அப்போ வரலன்னு சொன்னேன். நான் ஏன்னா எனக்கு கால் அடிபட்டு வாக் பண்ண முடியாது. இல்லை நீ வா பார்த்துக்கலாம், நான் இருக்கல, நீ வா பார்த்துக்கலான்னு வந்துட்டேன். வந்து அடுத்த நாள் ஃபைட்டு ക്യാരജ മാസ്റ്റർ. അയ്യോ ചാർലി ഞാൻ അസിസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ ഈ ക്ലാപ്പ് റിപ്പോർട്ടിങ്, കോസ്റ്റ്യൂം കണ്ടിന്യൂറ്റി, ആർട്ട് കണ്ടിന്യൂറ്റി, അങ്ങനെ എല്ലാം ചെയ്യുമ്പോൾ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ആക്ടർക്ക് ദുൽഖറിന് എന്തെങ്കിലും കാലിനോ അങ്ങനെ എന്തെങ്കിലും സ്ട്രെയിൻ പറ്റുമ്പോൾ വേറെ അതേ ബോഡി ഫിഗറുള്ള ഒരാളെ അപ്പം തന്നെ നമുക്ക് ഷൂട്ട് തീർത്ത് പോകണമല്ലോ. അങ്ങനെ ചെയ്യുന്നതാണ്, അല്ലാതെ ഡൂപ്പായിട്ട് ചെയ്യുന്നതല്ല. പക്ഷേ അതിനകത്തുള്ള ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിനിമയെ എനിക്ക് ഒരു ഫിലിം മേക്കർ പോയിന്റ് ഓഫ് വ്യൂവിൽ എനിക്ക് മനസ്സിലാക്കാനും അതിൽ നിന്ന് പാഠങ്ങൾ പഠിക്കാനും പറ്റിയിട്ടുണ്ട്. ഇതൊക്കെ ഈ ഒരു സ്ട്രഗിളിൻ്റെ ഭാഗമാണ്. അത് ഭയങ്കര രസമായിട്ട് തന്നെ ആ ഒരു പ്രോസസ്സ് ഞാൻ എൻജോയ് ചെയ്തിട്ടുണ്ട് എല്ലാ സ്റ്റേജിലും. ഹായ്, ഹലോ, നമസ്കാരം. പ്രേക്ഷകർ ഏറെ കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് ഘടകൻ. ഘടകൻ എന്ന സിനിമയുടെ വിശേഷങ്ങളുമായി നമ്മളോടൊപ്പം നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട താരങ്ങളുണ്ട്. എൻ്റെ കൂടെ ഒരാളല്ല 5 പേരാണ്, അല്ല 6 പേരാണ്. 1 2 3 4 5 പേര്. ഓക്കെ, സൈസ് 10 2 ഓക്കെ. അപ്പൊ എന്തായാലും സൗണ്ട് കേട്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും. നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട രഞ്ജിത്ത് സർ, ഹക്കീം ഷാ ആൻഡ് സോന, ഫാഹിസ് ആൻഡ് നിർമ്മൽ. ഓക്കെ, ഇപ്പൊ ഈ പേര് ഫുള്ള് പഠിക്കാൻ തന്നെ ഞാൻ വളരെ കഷ്ടപ്പെട്ടു. കാരണം ഇവിടെ വന്നപ്പോഴാണ് ആരൊക്കെ ഉണ്ട് ഇല്ല എന്നുള്ളതെല്ലാം എനിക്ക് മനസ്സിലായത്. അപ്പൊ എന്തായാലും ഭയങ്കര ഹാപ്പിയാണ്. ഘടകൻ ഫൈനലി റിലീസ് ആവാൻ പോവുകയാണ്. ആ ഒരു എക്സൈറ്റ്മെന്റ് നിങ്ങൾക്കുണ്ടോ? പിന്നെ ഉണ്ടോ, വളരെയധികം എക്സൈറ്റഡ് ആണ്. ഓക്കെ, അപ്പം ഈ ഘടകനിൽ ഭയങ്കരമായിട്ട് എനിക്ക് അട്രാക്ട് ചെയ്ത ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാള സിനിമയിൽ നമുക്ക് ആക്ഷൻ ത്രില്ലർ സബ്ജക്റ്റുകൾ കൊണ്ടുവന്ന ലിജോ ജോസ് പല്ലിശ്ശേരി, അതേപോലെ ലോകേഷ് കനകരാജ്, നമുക്കറിയാലോ വിക്രം, അതേപോലെ ലിയോ, അങ്ങനെ ഭയങ്കര ഹിറ്റ് മൂവീസ് ചെയ്ത് അവരാണ് ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ റിലീസ് ചെയ്തത്. അത് തന്നെ ഒരു സൂചനയാണ് എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം ഘടകന്റെ ഒരു സൂചനയാണോ, ഒരു ആക്ഷൻ ത്രില്ലർ തന്നെയാണോ? ഘടകൻ ആക്ഷൻ ഉണ്ട്. കടകളിൽ ഏകദേശം 5ഓളം ഫൈറ്റ് ഉണ്ട്. 3 മാസ്റ്റേഴ്സാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ നല്ലൊരു അടി തന്നെയാണ് കൊണ്ടും കൊടുത്തും ഞങ്ങൾ ഷൂട്ട് ചെയ്തത്. പിന്നെ ഈ പറഞ്ഞ പോലെ ലിജോസ് പല്ലിശ്ശേരി സജിലിൻ്റെ ഗുരുനാഥനാണ്. അപ്പോൾ പുള്ളി അത് ഷെയർ ചെയ്തു. പിന്നെ ഈ പറഞ്ഞ പോലെ ഞങ്ങളുടെ ഫൈറ്റ് മാസ്റ്റർ ത്രൂ ആണ് ഞങ്ങൾക്ക് ലോകേഷ് ഇത് റിലീസ് ചെയ്ത് തന്നത്. അപ്പോൾ അതും വലിയ എക്സൈറ്റിംഗ് ഉണ്ടാക്കുന്നൊരു കാര്യമാണ്. മാത്രമല്ല പെട്ടെന്ന് ആളുകളുടെ അട്രാക്ഷനും ആ ഒരു പടത്തിൻ്റെ മൂഡ് ഡിസേർവ് ചെയ്യുന്നുണ്ട് ഈ 2 പേര് ഷെയർ ചെയ്യുമ്പോൾ. എന്തുകൊണ്ടും ഭയങ്കര ഹാപ്പിയാണ് ആ ഒരു കാര്യത്തിൽ. രഞ്ജിത്ത് സാർ, വെൽക്കം ബാക്ക് ടു കേരള. രഞ്ജിത്ത് സാറിനെ നമുക്കറിയാം, ലാലേട്ടൻ്റെ കൂടെയും മമ്മൂക്കയുടെ കൂടെയും അഭിനയിച്ച വ്യക്തിയാണ്. ഞങ്ങളുടെ സൂപ്പർ സ്റ്റാർസിൻ്റെ കൂടെ എല്ലാം അഭിനയിച്ചിട്ടുണ്ട്. അപ്പം എങ്ങനെയാണ് കേരളം, അതേപോലെ മലയാള സിനിമ എപ്പോഴും പിടിക്കും? அழகா தமிழ் பேசுறீங்க. പിന്നെ நான் வந்துமா தமிழில் 100 படம் நடிச்சிருக்கேன். தெலுங்குல ஒரு படம் நடிச்சிருக்கேன். அந்த படம் பேர் வந்து ஸ்நேகம் கோசம், அதாவது நட்புக்காக. தமிழில் சில்வர் ஜூப்ளி உள்ள படம், சரத்குமார் படம். அது தெலுங்கில் வந்து சிரஞ்சீவி சார் ஆக்ட் பண்ணார். தெலுங்கில் 1 வருஷம் வந்துச்சு. அதே மாதிரி கன்னடாவில் ஒரு படம் நடிச்சிருக்கேன், சோரா சித்த சோரா, ரவிச்சந்திரன், அங்கே சூப்பர் ஸ்டார். கன்னடாவில் ரவிச்சந்திரன் சார். அந்த படம் சில்வர் ஜூப்ளி. அதுக்கப்புறம்
என் தெலுங்குல இருந்தும் சரி, கன்னடத்தில் இருந்தும் சரி, ஹிந்தியில இருந்து கூப்பிடும்போதும் நான் வந்து போகல. ஆக்சுவலாக ஒரு ஆக்டர் போயிருக்கணும், பட் நான் எந்த லாங்குவேஜ் கூட அக்செப்ட் பண்ணல. அதுக்கு என்ன ரீசன் அப்படின்னா, ஆக்ட் பண்ணுறது ரொம்ப கஷ்டமா. நம்ம நிறைய பேர் அதர் லாங்குவேஜ் வரும்போது 1 2 3 சொல்லி நடிக்க முடியாது. மனசில் 1 2 3 4 1 2 3 4 நம்ம நடிக்க முடியாது. நம்ம அந்த டைலாக்கோட விஷயம் தெரியணும், கதை தெரியணும். நடிக்கும் போது 5 ஆர்டிஸ்ட் இருந்தால் நம்ம எதுவும் திட்டு பண்ணக்கூடாது, கரெக்டாக பண்ணணுன்ற எனக்குள்ள ஒரு விஷயம் இருக்குது. அப்போ அது வந்து நான் அபிநயிச்சுட்டு வந்தானே சொல்லியாச்சு, இந்த லாங்குவேஜ் எல்லாம் எனக்கு வராது, மலையாளம் வராது. நான் சொல்லவே இல்லை. நீங்கள் ஃப்ரண்ட்டில் போகிறீங்க, நான் சொல்லுறது. அப்போது எனக்கு தெலுங்கோ இல்லை கன்னடமோ நான் நடிக்கும் போது எனக்கு கம்ஃபர்டபுள் இல்லை. எனக்கு ஒரு ஃப்ரெண்ட் இல்லை. எனக்கு மைண்டில் நடிக்கும் போதே எனக்கு ஏண்டா படம் ஹிட்டு அது விஷயம் இல்லை. பட் இதுவும் நான் தப்பு பண்ணுறேன். நடிக்கும்போது டைலாக், என்னுடைய கான்சன்ட்ரேஷன் எல்லாமே டைலாக் மேலேயே இருக்குது, ப்ராம்ப்டிங் டைலாக் மேலேயே இருக்குது என்னுடைய கான்சன்ட்ரேஷன். அப்போ அது தப்பு, நம்ம தப்பு பண்ணுறோம். நம்ம அது 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 ஸ்கூலுக்கு போகும்போது ஒரு வாத்தியார் வரும்போது இந்த ஆன்சரே இல்லாத ஸ்டூடெண்ட்டுக்கு எங்கன்னா ஒரு டென்ஷன் இருக்குமோ, அதை போல் ஷூட்டிங் பண்ண முடியாது. இது கிரியேட்டிவான ஒரு ஒர்க்கு. அப்போது நமக்கு கம்ஃபர்டபுளான லாங்குவேஜ் தான் பண்ண முடியும். அப்போது நான் தமிழில் இவ்வளோ படம் நடித்ததுக்கப்புறம் முதல்ல வந்து நான் மோகன்லால் சாருக்கு ஒரு தேங்க்ஸ் சொல்லணும், ஷாஜி கைலாஸ் சாருக்கு தேங்க்ஸ் சொல்லணும். ஏன்னா என்ன வந்து இன்ட்ரடியூஸ் பண்ணது சார் தான், நாட்டராஜாவு படத்தில். ஆமாம், அது வந்து நான் அப்போ வரலன்னு சொன்னேன் நான். ஏன்னா எனக்கு கால் அடிபட்டு வாக் பண்ண முடியாது. இல்லை நீ வா பார்த்துக்கலாம், நான் இருக்கல, நீ வா பார்த்துக்கலான்னு வந்துட்டேன். வந்து அடுத்த நாள் ஃபைட்டு தியாகராஜ மாஸ்டர், ஐயோ என்னோட இன்ட்ரடக்ஷன் ஃபைட்டு நெக்ஸ்ட் டே என்னால் வாக்கே பண்ண முடியாது. அதில் ஃபைட் பண்ணேன் நான். எனக்கு கதை ஒரு கேரக்டர், அந்த கேரக்டர் எனக்கு பிடிச்சி போச்சு. ரெண்டாவது, இந்த மலையாளத்தில் எனக்கு என்ன விஷயம், ஏன் இவ்வளோ இன்ட்ரெஸ்டாக வந்தேன்னா, நான் அதிகமான படங்கள் வந்து தெலுங்குவோ கன்னடமோ ஹிந்தியோ நான் பார்த்தது கிடையாது. தமிழ் பார்ப்பேன், அப்படி விட்டால் மலையாளம் பார்ப்பேன் சின்ன வயசுலேருந்து. ஏன்னா எனக்கு ஒரு சிஸ்டர், ஒரு மதர் லாங்குவேஜ் மாதிரி இந்த மலையாளம் மட்டும் எனக்குள்ளேயே இருக்கும், ஒரு கம்ஃபர்டபுள். எனக்கு வந்து ஒரு அதர் லாங்குவேஜ் மாதிரி எனக்கு ஃபீல் ஆகும் மலையாளம் சின்ன வயசுல இருந்து. அது எனக்கு ஏதோ ரொம்ப பிடிக்கும். இப்போ நடிக்கும்போது எனக்கு டைலாக் டென்ஷன் வராது மலையாளத்தில் மட்டும். தமிழில் எப்படி கம்ஃபர்டபுளாக பண்ணணும் அந்த மாதிரி உங்களுக்கு புரியுதில்ல. இப்போ எப்படி இங்கே ஆர்டிஸ்ட்லாம் மிங்கிள் ஆகிடுறேன், நல்லா பேசுகிறேன். மற்ற ஊருக்குலாம் போனோன்னா நான் அப்படியே இந்த பாம்பே ஹீரோயின் மாதிரி தனியாகவே இருக்கும், அப்படியே எனக்கு ஒரு ஃபீல் வந்துடும். அது உங்களுக்கு புரியுதான்னு தெரியல. அது சார் அது ரொம்ப கஷ்டம் சார். நீங்கள் அதர் லாங்குவேஜ், இவர் தமிழில் நல்ல ஒரு இது படம் பண்ணிச்சிருக்கு, அது சொல்கிறேன். அது எல்லாத்துக்கும் இந்த எக்ஸ்பீரியன்ஸ் இருக்குது, இவர் பண்ணியிருக்கு, அப்போ முடியுது. ஏன்னா இதுவே நம்ம தெலுங்கு கன்னடம் போனீங்கன்னா உங்களுக்கு கொஞ்சம் கஷ்டம் வரும். அது தமிழும் மலையாளமும் ஒரு சிஸ்டர் லாங்குவேஜ் மாதிரி தான் இல்லை. அப்போ எனக்கு அந்த டென்ஷனே கிடையாது. இதுக்கு எனக்கு ஹோம் டவுன் மாதிரி எனக்கு. ஸோ அதனால் எனக்கு வந்து அதனால் நான் இங்கே பண்ண வேஷமும் சரி, நான் இங்கே பண்ண நடிக்கிறதுக்கு எனக்கு எந்த டென்ஷனும் கிடையாது. ஓகே, இது வந்து ஒரு பர்சனல் கொஸ்டின். லாலேட்டனே பிடிக்குமா, மம்முக்கு பிடிக்குமா? அதாவது சூப்பராக ரெண்டு பேரும் அப்படி எப்படின்னா, நான் நீங்கள் சொன்னால் நம்ப மாட்டீங்க. இப்போ நம்ம ஒருத்தர் மேலே ரொம்ப பிடிச்சி போய் அப்படியே இதாகிறது இருக்கு. நான் 2 பேர்த்துக்கிட்ட ஒரு விஷயம் பார்த்தேன். மோஸ்ட்லி ஒரு விஷயம் சொல்கிறேன், எல்லா ஸ்டாருக்குமே ஒரு விஷயம் இருக்கும். அதை நான் சொன்னதுக்கப்புறம் நீங்கள் திங்க் பண்ணி பாருங்கள். என்னென்னா அது உங்களுக்கு தெரியும். நடிக்கும்போது ஒரு கருணை, என்ன சொல்றது மலையாளத்தில், கருணாகரன் இல்லை, தமிழான പറഞ്ഞു കൊടുക്കുക. அதாவது எம்பதியா, ஒரு 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 மதர் நேச்சர். நீங்கள் நான் சொல்கிறது எல்லா ஸ்டார்ஸுக்குமே இருக்கும். நீங்கள் பாருங்கள், ஒரு ஃபெமினின் டச், ஒரு மதர் உட்லி, ஒரு நீங்கள் பேத்தர்ஸ் பண்ணும்போது அது லால் சாருக்கு இருக்கும், மம்முக்காவுக்கு இருக்கும். 2 பேரும் வெப்பனாக வேறு, டூல் டிஃப்ரெண்ட்டு. இவர் வேறு ஷேப், இவர் வேறு ஷேப்பு. ஆனால் 2 பேரும் பண்ணும்போது நீங்கள் கரையும். நான் பேசுறது உங்களுக்கு புரியுதில்ல? அது வந்து நான் பர்சனலாக வந்து நான் இந்த 2 பேர்த்து நிறைய இடத்துல சொல்லிகிட்டே இருப்பேன். சொல்கிறேன் பாருங்க,
ரெண்டு பேர்த்த சொல்கிறேன், ஃபைட் பண்ணுறது ரொம்ப ஈஸிமா. ஆமாம், അതിപ്പോ ഞാൻ ഹക്കീമിനോട് ചോദിക്കാം, അങ്ങോട്ട് വരാം. ஃபைட் பண்ணுறது ரொம்ப ஈஸி சொல்கிறேன் பாருங்க. ஃபைட் பண்ணுறது நமக்கு ரொம்ப கஷ்டம். வி ஆர் நாட் ஜெட்லி ப்ரூஸ்லி, கரெக்டாக? அது நமக்கு வராது. Yes. அந்த 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 ஃபைட் நம்ம பண்ண முடியாது சினிமாட்டிக். பட் பெர்ஃபார்மன்ஸ் செய்கிறது ரொம்ப கஷ்டம். இவருக்கு டூப் போட்டுடலாம், ஃபைட்டில் கூட முடியலன்னா டூப் போடலாம். பட் அம்மா இறந்து போச்சுன்னு நான் வந்து அழுகணும்னா அதுக்கு டூப் போட முடியாது. Exactly. கரெக்டா? அப்போது அந்த இடத்துல முக்கியமான வேஷத்தில் சில ஃபேஸஸ் பார்த்துருக்கேன் நான். லால் சார் ஒரு மாதிரி பண்ணுவார், ஒரே சீக்வன்ஸை லால் சார் ஒரு ஹேண்டில் பண்ணுவார், ஹேண்டில் வேறு மாதிரி இருக்கும். சரிங்களா? இப்போது மம்முக்கா வேறு மாதிரி இருக்கும், ரெண்டு பேரும் பண்ணும்போது வேறு மாதிரி இருக்கும். பட் ஒரே விஷயம் தான், ஆனால் பார்க்கும்போது நமக்கு பெட்டன்னு அப்படியே அழ வந்துடும் அந்த ஹேண்டில் பண்ணுறது. ஸோ நான்லாம் டைகார்ட் ஃபேன்ஸ் அவங்களோட. சாதாரண இன்னைக்கு இந்தியா முழுக்க நீங்கள் ஒரு விஷயம் யோசிக்கணும், இந்த கேரளா இண்டஸ்ட்ரி பற்றி ரொம்ப பெருமையான விஷயம் பாருங்கள். அது எல்லாருமே பெருமைப்படணும். நம்ம ஆல் ஓவர் இந்தியாவில் இவங்க ரெண்டு பேர்த்தோட ஃபேன்ஸ் தான். எந்த ஸ்டேஜில் பேசினாலும் ஐயோ நாங்கள்லாம் பிக் ஃபேன், மம்முக்கா ஃபேன், நல்லா லால் ஃபேன்னு சொல்லுவாங்க, பார்த்துருக்கீங்களா? அப்போது இந்த இண்டஸ்ட்ரி வந்து தெலுங்கு மாதிரி, பாகுபலி மாதிரி இன்வெஸ்ட்மெண்ட் பண்ண இண்டஸ்ட்ரி இல்லை. இப்போ தான் நிறைய இன்வெஸ்ட்மெண்ட், இப்போ தான் பிஸ்னஸுக்கு நிறைய சேஞ்ச் இருக்குது. ஆனால் முன்னாடி அப்படி கிடையாது இந்த இண்டஸ்ட்ரி. ஆனால் இவங்க அவன் 500 கோடி போட்டு எடுக்க வேண்டிய விஷயத்த இவங்க பவர்ஃபுல்லான ஸ்கிரிப்டில் வாருக்கு சண்டைக்கு வருவாங்க. அதுதான் இங்கே பெரிய சக்ஸஸ். அதனால் கண்டிப்பாக நம்ம இவங்க ரெண்டு பேர்த்த வச்சதுனால இந்த ரெண்டு பேர்த்த பற்றி சொன்னேன். இது போக கேட்டிங்கன்னா இன்னொரு 30-40 பேர் எனக்கு நான் ஃபேனாக இருக்கேன். நான் சொல்கிறது உங்களுக்கு புரியுதுல்ல? நிறைய ஹீரோஸ்க்கு நான் இன்னும் ஃபேனாக இருக்கேன்னு சொல்கிறேன். இது കഴിഞ്ഞാൽ ഹക്കീമിന്റെ ഫാൻ ആവും. ஐயா அதை நான் சொல்லி ഓക്കെ, ഫൈറ്റ് സീനിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഇത് മൊത്തം എനിക്ക് തോന്നുന്നു ഫുൾ അടിയും വഴക്കും കാര്യങ്ങളും ഒക്കെ ആണല്ലോ. എക്സാക്ട്ലി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് ഫൈറ്റ് സീനുകൾ ഉണ്ടെന്ന്. എന്തെങ്കിലും അതിന് വേണ്ടിയിട്ടൊരു വർക്ക്ഷോപ്പോ കാര്യങ്ങളോ ചെയ്തിട്ടുണ്ടായിരുന്നു? എന്തെങ്കിലും ഇഞ്ചുറി അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? ഇഞ്ചുറീസ് ബേസിക്കലി സിനിമയിൽ അഭിനയിക്കുമ്പോൾ ഇഞ്ചുറീസ് കിട്ടുന്നത് സ്വാഭാവികമാണ്. പക്ഷെ കടകളിലെ ഭാഗ്യം കൊണ്ട് എനിക്കൊന്നും കിട്ടിയിട്ടുണ്ടായില്ല. പിന്നെ சூப்பர் விஷயம் நீங்கள் கேட்டீங்க. நான் ஃபைட் பண்ணுறது ஈஸின்னு சொல்லிட்டேன். ஏன்னா அது ஒரு பெரிய டாபிக். அது பெரிய டாபிக். அது நடிக்கிற ஆர்டிஸ்ட்டு இப்போது தமிழில் அது ஒரு சொன்னதான் புரியும் நிறைய பேர்த்துக்கு. சில பேர் பார்த்தீங்கன்னா எமோஷன் சொல்லிட்டு ஃபைட் பண்ணும்போதே செஸ்டில் அந்த ஃபைட் பண்ணும்போதே இந்த ஒரு ப்ரெஸ் இருக்கும் அடிக்கும்போது, ஒரு ஒரிஜினல் ரியாலிட்டி இருக்கும். அப்புறம் கேமராவுக்கு கேப் தெரியக்கூடாது இப்படி. அப்போது சார் கொஞ்சம் க்ளோஸ் இப்படி வரணும். டைமிங் மிஸ் ஆகக்கூடாது. സത്യം ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഈ ടൈമിംഗ് ആകുമ്പോൾ നല്ല അടി கிட்டும். நீங்கள் 10 டேக்கில் 2 டேக்கு கிட்டிடும், விழுகும். அப்புறம் நீங்கள் கீழே விழுகணும், இதெல்லாம் பண்ணணும். சரி, 2 விஷயம் தெரிஞ்சுக்கோங்க. ஒரு சின்ன எக்ஸாம்பிள் சொல்லிடுறேன், இன்ட்ரெஸ்டிங்காக இருக்கும், அதில் கேட்டுக்குங்க சார். எனக்கு ஒரு படம் தமிழில் கனல் ஃபைட் மாஸ்டர். அப்போ பீட்டர் ஹெயின் அசிஸ்டன்ட், ரகுவரன் மேலே இருக்கார், ஆக்டர் ரகுவரன், அர்ஜுன் ஹீரோ. அப்போ என்னை வீட்டில் கூப்பிட்றாங்க நைட் ஷூட்டு. நான் சொன்னேன் நைட் ஷூட்டா? என்னது அண்ணா, ஒரு 1 hour வந்துட்டு போங்கண்ணே ப்ளீஸ். சரி ஓகே அப்படின்னு போயிடுச்சு. மவுண்ட் ரோடில் 12 மணி போலீஸ் எல்லாம் வச்சு ரோடெல்லாம் பிளாக் பண்ணிட்டாங்க. அப்புறம் என்னடா போலீஸ் எல்லாம் பிளாக் பண்ணியாச்சுன்னு நானும் காரை விட்டு இறங்கிட்டு என்ன மேனேஜர் கூட்டிகிட்டு போகிறாரு. போனால் மவுண்ட் ரோடுக்கு மேலே ஃப்ளைஓவர் இருக்குல்ல, நம்ம மவுண்ட் ரோடு வந்து ஜாயிண்ட் ஏர்போர்ட்டுக்கு ஃப்ளைஓவருக்கு மேலே, நம்ம சென்னையோட மெயின் அடையாளம் கிண்டி ஃப்ளைஓவர் மேலே, அந்த ஃப்ளைஓவருக்கு மேலே போயிட்டு எல்லாம் நிற்கிறாங்க. நானும் போய் நின்றுட்டு இருந்தேன். சூப்பர் சார், ஜம்ப் பண்ணுறேன் நின்றுட்டு இருந்தேன். எல்லாரும் கை கொடுத்தாங்க. சாரே கை கொடுங்க, இதில் உடனே இதில் தான் ஓட போகுது. அப்படியே அப்படின்னு நான் டீ எல்லாம் குடிச்சிட்டு இருந்தேன். எல்லோரும் வந்து கை கொடுக்குறாங்க. சாரே இது மட்டும் சக்ஸஸ்னா இந்த ஃபிலிமில் தமிழ்நாடே திரும்பி பார்க்கும், பெரிய ஹிட் ஆகிடுது. நானும் சரி ஓகே அப்படின்ட்டு தான் எல்லோரும் அறி ஓகே ஓகே சார், நோ ப்ராப்ளம். கனல் கட்டணும் ஃபைட் மாஸ்டர். ரெடியா பஸ் வாங்க, பஸ் ரெடியா ஒன்றா டேய் பீட்டர் கைனுங்க வா. அப்புறம் பீட்டர் கைன் அசிஸ்டண்ட்டு ஒன்று விழுந்து கட்டுறா அப்படின்னாரு. அப்போ நான் வேறு யாருக்கு எடுத்துகிட்டு இருக்கேன், நான் டீ குடிச்சிட்டு இருக்கேன். டீ குடிச்சு அப்படி பார்க்குறேன். அப்போ அவன் சொன்னான், அண்ணா கொஞ்சம் தள்ளிக்குங்க, பார்த்துக்கோங்க, சும்மா பாருங்க அப்படின்னா. ஓகே நீங்கள் உதிங்க அப்படின்னு சொல்லிட்டு நான் பேசிகிட்டு இருக்கேன்.
வந்தோம். மேலேருந்து அப்படியே கீழே போய் அங்கே கீழே அப்படி விழுந்தார். நான் வீட்டுக்கு பேசி அவன் மேலே வந்துட்டான். அவர் வந்தோடனே பேரெல்லாம் எடுத்து வந்தாங்க. வந்தோடனே ஆனால் சரி பேர் கட்டி போடுங்க சார். எதுக்குப்பா எனக்கு பேர் என்ன வேற நீங்களே விழுக போறீங்க. எனக்கு ஒரு செகண்டு யோ இந்த இதுக்கு நான் வரல ப்ளீஸ். இப்போ அர்ஜுன் எதுவும் சொல்லலை, நிற்கிறாங்க. என்னடா கீழே விழுக போகிறோம், அதுவும் ஃப்ளைஓவர்னா நீங்கள் நினைக்கிற மாதிரி இல்லைங்க, ரொம்ப பெருசு. அது குறித்து சொல்கிறாரு. கீழே பார்க்குறேன், என் கண்ணுக்கு பெட் எப்படி தெரியுது தெரியுமா? தெரியுது. இது என்னது? இல்லம்மா ரோடு இது என்ன கருப்பா இருக்குல்ல, மேல இருந்து கீழே பாக்குறேன். இந்த சைஸ்ல பெட் சார். மாஸ்டர் பெட் என்ன தீப்பெட்டி சைஸ்ல தெரியுது, எப்படி குதிக்கிறது நாங்க? அது வந்து தலைவா நீங்க லேண்ட் ஆகிட்டீங்க போதும். நான் சொன்னேன் இங்க லேண்ட் ஆகுறது முக்கியம் இல்லை, நான் பெட்டுக்குள்ள லேண்ட், இந்த பெட்டுக்குள்ளதான் விழுவே தெரியாம நான் செத்துருவேன். அது தெரிஞ்சதுலயே நான் செத்துருவேன். ஓன் த வேல செத்துருவேன். அப்ப ரகுவரன் வந்தாரு. என்ன வாட் ஹேப்பன் தலைவரை இங்கிருந்து குதிக்கணும். அப்படியே பஸ் யார் குதிக்கிறது? இல்லை என்னதான் குதிக்க சொல்றாங்க. யாரா சொன்னாங்க? இவங்கெல்லாம் சொல்றாங்க பஸ் இவனாவது அங்கே குதிச்சா செத்துருவான். நான் அது சொன்னாவே நான் இப்போ செத்துருவேன். இந்த மாதிரி ஷார்ட் எல்லாம் ஒரு 50 crores 5 crores வாங்குற ஹீரோ பண்ணணும், நாங்கள் பண்ணக்கூடாது. ஒரு கேள்வி கேட்கணும். நான் இப்போ இந்த சொல்லுங்க. இப்போ ஃபைட் மேட் சொன்னான்ல, அது வந்து இப்போ சொன்ன மாதிரி ஹீரோஸ் பண்ணுறோன்னு சொன்னேன். ஆனால் இந்த மாதிரி சின்ன சின்னதாக ரோல் பண்ணுறவங்க இல்லைன்னா வில்லன் வேஷம் பண்ணுறவங்க எல்லாமே நிறைய அடிபட்டு இருக்காங்க. அது இல்லாமல் யாருமே பேசுறது கூட இல்லை. இல்லை நீங்கள் சொல்லுறதுக்காக சொல்லிடுறேன், டக்குன்னு மறந்துடுங்க. சரி சொல்லுங்க சார். தமிழ்நாட்டில் ஒரு பெரிய ஹீரோ இருந்தார். ஒரு படம் சூப்பர் டூப்பர் ஹிட்டு, ஃபஸ்ட்டு படம். 2வது படம் சில்வர் ஜூப்ளி. 3வது படம் சும்மா இங்கிருந்து கீழே குதிச்சு கழுத்து வந்துருச்சு. ரொம்ப தூரம்லாம் போவாங்க. லைஃப் ஃபுல்லாக பெட் ரிட்டுன்னு 25 கிலோ ஆகிட்டார், இறந்துட்டார். யாரும் 10 பைசா ஹெல்ப் கூட பண்ணல. அது வந்து டிஃப்ரெண்ட். இதெல்லாம் அன்எக்ஸ்பெக்டட் திங்ஸ். இது நம்ம இதெல்லாம் கண்ணுக்கு நேராக இப்போ நான் என்ன ஆக போகிறேங்கிறத நான் சொல்கிறது புரியுதா? நான் என்ன ஆகிறேங்கிறத என் கண்ணுக்கு நேரம் எனக்கு தெரியுது தப்பு நடக்குது. அப்போ எதுக்கு இந்த வார்த்தை சொல்கிறேன்னா, ஃபைட்டில் ரிஸ்க் இருக்குது, ரோப்பு போகிறதுல ரிஸ்க் இருக்குது. நீங்கள் என்ன சொல்லுவீங்க, அண்ணா இங்கிருந்து அங்கே விழுந்தீங்கன்னா பெட் இருக்குன்னு. விழுகிறதே சிக்கல். நீங்கள் விழுந்ததுக்கு அப்புறம் தான் யோசிக்கிறீங்க. 10 பேர் ஃபைட் பண்ணுறாங்கன்னு வச்சுக்கோங்களேன், இங்கே வயிற்று அடிப்போம், இங்கே அடிப்போம், அங்கே அடிப்போம். அதை நான் சொல்லக்கூடாது சார், ஆர்டிஸ்ட் பேர்லாம் சொன்னால் கஷ்டமாக இருக்கும். அவங்களுக்கு ரியாலிட்டியாக இருக்கணுங்கிறதுக்காக கேமரா இங்கே இருக்குன்னு வச்சுக்கோங்களேன், அவங்க பெர்ஃபார்மன்ஸ் இங்கே இருக்கணுங்கிறதுக்காக அடிக்கிறதெல்லாம் அப்படி அடிப்பாங்க. இதெல்லாம் பார்த்து இருக்குமா? நம்ம எப்படி நம்ம குழந்தைகளை பார்க்குறோமோ அந்த மாதிரி 700 ரூபா 500 ரூபா 1000 ரூபா வாங்குற சின்ன ஆர்டிஸ்ட்டு கூட நம்ம அப்படி தான் டீல் பண்ணணும். ஏன்னா நம்மளால உடம்பு இருக்குல்ல, அவனும் கஷ்டம் தானே படுறான். அப்போ யோசிச்சு பாருங்க, நம்ம எப்படின்னா அந்த ஃபைட்டர்ஸு, அந்த ஜூனியர் ஆர்டிஸ்ட்டு, இந்த மற்ற சின்ன சின்ன கேரக்டர் பண்ணுறவங்களுக்கெல்லாம் சேஃப்டி தர மாட்டாங்க. இப்போ இவர் ஹீரோ, இவர் கேரவன் இருக்கு சரியா, ஒரு உதாரணத்துக்கு சொல்கிறேன். இப்போ இவர் செகண்ட் ஹீரோ, இவர் இல்லை ஆளுண்டா சொல்கிறேன். இப்போ இவருக்கு இப்போ கேரவன் சார் வருது, ஹலோ அக்கீம் வருது, கேரவன் வச்சுருப்பா சொல்கிறேன். ஹீரோயின் வந்துட்டாங்க, அதுக்கு ஒரு கேரக்டர் சொல்லியிருப்பான். இன்னைக்கு 2 பேருக்கு ஷூட்டிங் இல்லை சார், சார் வர்றாரு, அவருக்கு கேரக்டர் சொல்லுவாங்களா? சொல்ல மாட்டாங்கல்ல. நான் சொல்றது உங்களுக்கு புரியுதுல்ல? அப்போ பட்ஜெட் நோக்கம். இன்னைக்கு யார் ஆர்டிஸ்ட்டு, இவருக்கு இது செய்யும். அது மாதிரி தான் ஃபைட்லையும் சேஃப்டி ப்ரிகாஷன்ஸ், வேல்யூ இருக்கிற ஆர்டிஸ்ட்டுக்கு சேஃப்டி ப்ரிகாஷன்ஸ். மற்ற ஆர்டிஸ்ட்டுக்காக ஒரு பெட்டு கிட்ட அப்படியே விழுறான் அப்படின்னா எல்லாம் தரச்சு. அப்படியே ஃபைட்டர்ஸ்க்குலாம் ரொம்ப அடிப்படும், ரொம்ப கஷ்டம் தானே அது. சரி நம்ம நினைக்கிறதா இதில் விஜயகாந்த் சார், நான் இப்போ என்னோட எக்ஸ்பீரியன்ஸில் நிறைய ஹீரோஸ் ஒர்க் பண்ணியிருக்கேன். மம்முட்டி சார், லால் சார் ஃபைட் பண்ணும்போது எனக்கு அவ்வளோ டென்ஷனாக இருக்காது.
சீரியஸ்லி அப்படியே ரொம்ப மென்மையாக இருக்கு. உங்களுக்கு புரியுதில்ல, மம்முக்காட்டியோ லால் சார்ட்டையோ ஃபைட் பண்ணும்போது நான் அது நம்ம நேராக ஃபைட் பண்ணதுனால சொல்ல வரேன். ஒரு பெரிய ஹார்ட் ஒர்க்கு இது பெரிய இதெல்லாம் இருக்காது. அதே மாதிரி தமிழில் பர்டிகுலராக சொல்லணும்னா விஜயகாந்த் சார் கை நிற்கிங்க அப்படி ஃப்ளவர் மாதிரி டெஸ்ட் பண்ணுவார். ஆனால் ஃபேஸில் கண்ணில் அந்த ரியாக்ஷன் இருக்கும். அதுதான் நம்ம கற்றுக்கணும், லேர்ன் பண்ணணும். கேமராவுக்கு அந்த ரியாக்ஷன் இருக்கும். ஜம்ப் கிக்கு, இந்த கிக்கு, அவருக்கெல்லாம் ஃபைட் இப்போல்லாம் கட் ஃபைட்டு. நான் அவரோட ஃபைட் பண்ணும்போதெல்லாம் ஒரு கேன் 4 கேன் அப்படியே ஃபினிஷ் ஆகும். ஒரு சிங்கிள் ஷாட்டில் அடிக்கணும் அப்படிலாம். அது விஜயகாந்த் சார் ஃபைட்னா ரோலு கிக்கு அது இது கை லாக் பண்ணி தூக்கி கீழே போடுறது ஒவ்வொரு இடத்துல கூட முடியாது. அப்படி சின்னதாக ஏதாவது ஆகிடுச்சுன்னா அவ்வளோ ஃபீல் பண்ணுவோம். சரி, அது வந்து ஒரு பெரிய கலர் அது செய்கிறது. அப்படி ടച്ച് பண்ணாமல் ஆனால் എമോഷൻ மட்டுം இருக்கும். ഹക്കീമിലേക്ക് വരുവാണെങ്കിൽ ഒരു ഇൻ്റർവ്യൂവിൽ ഞാൻ കേട്ടതാണ്, വളരെ കഷ്ടപ്പെട്ട് സിനിമ ഭയങ്കര ആഗ്രഹിച്ച് അസോസിയേറ്റ് ഡയറക്ടറായിട്ടും അതേപോലെ തന്നെ ഒരുപാട് സിനിമയിൽ ഡൂപ്പായിട്ടും ഒക്കെ, ഇപ്പോൾ ചാർലിയിലേക്ക് ഒരുപാട് ഇൻ്റർവ്യൂസിൽ പറഞ്ഞതാണ്, ചാർലിയിലെ ദുൽഖറിൻ്റെ ഡൂപ്പായിട്ടും ഒക്കെ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. ഫൈനലി ഒരു യുവ താരനിരയിലേക്ക് എത്തിപ്പെട്ടു. ലൈക്ക് ഇപ്പോൾ ഒരുപാട് എന്താ പറയുക മെയിൻ റോളിലേക്കൊക്കെ കിട്ടുന്നുണ്ട്. ഈ ബിഗ് സ്ക്രീനിൽ ഇത്രയും ഒരു ഹീറോ എന്നുള്ള രീതിയിൽ കാണുമ്പോൾ ഉണ്ടാവുന്ന ഹൗ ഡു യു ഫീൽ നൗ? സന്തോഷം. ഈ പറഞ്ഞ പോലെ ഇതൊരിക്കലൊരു ഓവർനൈറ്റ് സംഭവിച്ചൊരു സെൻസേഷൻ ഇല്ലെങ്കിൽ അങ്ങനെയല്ലല്ലോ. നമ്മളിങ്ങനെ 10 വർഷത്തോളത്തെ സ്ട്രഗിളുണ്ട്. ഒരുപാട് പടത്തിലൊന്നും ഞാൻ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തിട്ടില്ല, ഒരു പടം മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ഒരുപാട് പടത്തിൽ ഞാൻ ഡൂപ്പും ചെയ്തിട്ടില്ല. മറ്റേത് ചാർലി ഞാൻ അസിസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ ഈ ക്ലാപ്പ്, റിപ്പോർട്ടിങ്, കോസ്റ്റ്യൂം, കണ്ടിന്യൂറ്റി, ആർട്ട് കണ്ടിന്യൂറ്റി, അങ്ങനെ എല്ലാം ചെയ്യുമ്പോൾ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ആക്ടർക്ക് ദുൽഖറിന് എന്തെങ്കിലും കാലിനോ അങ്ങനെ എന്തെങ്കിലും സ്ട്രെയിൻ പറ്റുമ്പോൾ വേറെ അതേ ബോഡി ഫിഗറുള്ള ഒരാളെ അപ്പം തന്നെ നമുക്ക് ഷൂട്ട് തീർത്ത് പോകണമല്ലോ, അങ്ങനെ ചെയ്യുന്നതാണ്, അല്ലാതെ ഡൂപ്പായിട്ട് ചെയ്യുന്നതല്ല. പക്ഷേ അതിനകത്തുള്ള ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിനിമയെ എനിക്ക് ഒരു ഫിലിം മേക്കർ പോയിന്റ് ഓഫ് വ്യൂവിൽ എനിക്ക് മനസ്സിലാക്കാനും അതിൽ നിന്ന് പാഠങ്ങൾ പഠിക്കാനും പറ്റിയിട്ടുണ്ട്. ഇതൊക്കെ ഈ ഒരു സ്ട്രഗിളിൻ്റെ ഭാഗമാണ്. അത് ഭയങ്കര രസമായിട്ട് തന്നെ ആ ഒരു പ്രോസസ്സ് ഞാൻ എൻജോയ് ചെയ്തിട്ടുണ്ട് എല്ലാ സ്റ്റേജിലും. ഹക്കീം ഈ പറഞ്ഞ പോലെ ഇത്രയും സ്ട്രഗിൾ ചെയ്ത് മുന്നേക്ക് വന്നു. ഇപ്പോൾ മുൻപ് ചെയ്ത ചിത്രങ്ങളെല്ലാം ഏകദേശം ഡിഫറെൻ്റ് ആണ്. ഓരോ ജോണറും ഓരോന്നായിട്ട് ഉള്ളതായിട്ടാണ് പോകുന്നത്. ഇപ്പോൾ ടീച്ചറായാലും അതിനുശേഷം വന്ന ഓരോ ചിത്രങ്ങളും വ്യത്യസ്തമായി പോകുന്നുണ്ട്. എങ്ങനെയാണ് ഈ പടങ്ങളൊക്കെ പിക്ക് ചെയ്യുന്നത്? ബേസിക്കലി ഞാൻ കാണാൻ ആഗ്രഹിക്കുന്ന പടമായിരിക്കണം എനിക്ക് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. ഞാൻ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു സബ്ജക്റ്റ് കേൾക്കുമ്പോൾ ഈ സിനിമ വന്നാൽ ഞാൻ കാണുമല്ലോ എന്ന് ഞാൻ നോക്കും. ബേസിക്കലി ഇപ്പോൾ തിയേറ്ററിൽ പോയി പടം കാണുന്നതും ഇല്ലെങ്കിൽ ഞാൻ OTT ആണെങ്കിലും കാണുന്നതും വളരെ കുറച്ച് പടങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അത്രയധികം പടങ്ങളുണ്ട്, അത്രയധികം കണ്ടൻറ്റുകളുണ്ട് ഇവിടെ ഇപ്പോൾ ഏത് ഭാഷയിലാണെങ്കിലും. അപ്പോൾ അങ്ങനെ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു പടമാണെന്ന് എനിക്ക് മനസ്സിലായപ്പോഴാണ് ഞാൻ ഈ പടങ്ങളൊക്കെ ചെയ്യാം എന്ന് തീരുമാനിക്കുന്നത്. പിന്നെ ഈ ക്യാരക്ടറിന് എന്തെങ്കിലും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണം പുതുതായിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് ഒരു ചെറിയൊരു കിക്ക് വേണ്ടേ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ. അങ്ങനെയാണ് ഓരോ ക്യാരക്ടേഴ്സും ഇത് ചെയ്യാമെന്ന് തീരുമാനിക്കുന്നത്. കടകൻ എന്താണ് ആ പറഞ്ഞ കിക്ക്? ഏത് കടകൻ എന്ന സിനിമയിൽ? കടകനിലെ ഈ പറഞ്ഞ പോലെ ഞാൻ ഇതുവരെ ചെയ്യാത്ത ക്യാരക്ടറാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഫൈറ്റാണ് എനിക്ക് എന്നെ കൂടുതൽ ആക്ഷൻ പരിപാടികളാണ് എന്നെ ഏറ്റവും കൂടുതൽ എക്സൈറ്റ് ചെയ്യിപ്പിച്ചത്, അതെങ്ങനെ വരും എന്നൊന്ന് അറിയാൻ വേണ്ടി. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് അടുത്ത് നിൽക്കുന്ന, ഞാനൊരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്ന് വരുന്ന ആളാണ്. അപ്പോൾ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഈ സുൽഫി എന്ന് പറയുന്ന കഥാപാത്രത്തെ എനിക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അയാളുടെ ട്രാവലും അയാളുടെ എന്താ പറയുക, അയാൾ ചെയ്യുന്ന കാര്യങ്ങളും ഈ പറയുന്ന പോലെ ഏകദേശം ഒരു തരത്തിൽ വേറൊരു തരത്തിൽ എനിക്ക് റിലേറ്റബിളാണ് എവിടെയെങ്കിലും. അപ്പോൾ എങ്ങനെ നോക്കിയാലും കടകൻ ഈ കഥ കേട്ടപ്പോൾ തന്നെ എനിക്കത് ഒഴിവാക്കാൻ തോന്നിയില്ല, ചെയ്യേണ്ടതാണ്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഈ കടകൻ പോലൊരു സിനിമ തിയേറ്ററിൽ വരുമ്പോൾ കാണാൻ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കുമെന്ന് എനിക്കറിയാം. അതുകൊണ്ടൊക്കെ തന്നെയാണ്. ഇപ്പോൾ മലയാളികൾ റോ ഫൈറ്റ്സ് അവസാനം കണ്ടിരിക്കുന്ന അജഗജാന്തരം പോലുള്ള ഒരു സിനിമയാണ്. അപ്പോൾ അതുപോലെ റോ ഫൈറ്റ് തന്നെയാണ് ഈ ചിത്രവും മുന്നിൽ വയ്ക്കുന്നത്. ഇതിനകത്ത് 5 ഫൈറ്റ് ഉണ്ട്. അതിന് 3 മാസ്റ്റേഴ്സാണ് കൊറിയോഗ്രാഫ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മളിപ്പോൾ ഔട്ട് ചെയ്തിരിക്കുന്ന ആക്ച്വലി ആ പാട്ട് നിറയെ ഫൈറ്റാണ്. പക്ഷെ നമ്മൾ തിയേറ്റർ എക്സ്പീരിയൻസ് കളയാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മാത്രമേ ഇട്ടിട്ടുള്ളൂ. അത് കുറച്ച് റോയാണ്. അത് അങ്ങനത്തെ ഫൈറ്റാണ് ആ ഫസ്റ്റ് ഫൈറ്റ്. ബാക്കിയുള്ള ഫൈറ്റ് ഇപ്പോൾ രഞ്ജിത് സാറുമായിട്ടുള്ള ഫൈറ്റ് എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് മാസമായിട്ടാണ്, കഥയുടെ എൻഡിൽ ക്ലൈമാക്സിലാണ് അത് സംഭവിക്കുന്നത്. അപ്പോൾ അത്
കുറച്ച് മാസമായിട്ടാണ് പുൾ ഓഫ് ചെയ്തിരിക്കുന്നത്. അതും ഈ പറയുന്ന പോലെ കൂടെയുള്ള ആർട്ടിസ്റ്റുകളുടെയൊക്കെയുള്ള സഹകരണവും, ഇത്രയധികം സീനിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റൊക്കെ നമ്മുടെ അടുത്ത് വന്നിട്ട് അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യാം, ലൈക്ക് ഈ ക്യാമറയെ എങ്ങനെ തെറ്റിദ്ധരിപ്പിക്കാം, ഇല്ലെങ്കിൽ ക്യാമറയെ ഇടി കൊണ്ടുവന്ന് തോന്നിപ്പിക്കാം, അതെങ്ങനെ റിസീവ് ചെയ്യാം. ഇടി കൊടുക്കുന്നതിനേക്കാളും ഇടി റിസീവ് ചെയ്യുന്നതാണ് ഏറ്റവും ഒരു കഴിവെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ചെറിയ ടൈമിങ് മാറിയാലോ, ഇല്ലെങ്കിൽ ഞാൻ തെറിച്ചില്ലെങ്കിൽ ആ പ്രോപ്പർ ടൈമിങ്ങിൽ തെറിച്ചില്ലെന്നുണ്ടെങ്കിൽ ആ ഇമ്പാക്റ്റ് ഫീൽ ചെയ്യില്ല. അപ്പോൾ അതൊക്കെ ഒരു ഭയങ്കര വലിയ അനുഭവവും പാഠവുമായിരുന്നു. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ സാധനം ഈ പറഞ്ഞ പോലെ തന്നെ കടകൻ്റെ ആദ്യത്തെ ഫൈറ്റ് കുറച്ച് റോ ആയിട്ടും അവസാനത്തോടെ എത്തുമ്പോഴത്തേക്കും ആ കഥാപാത്രത്തിൻ്റെ എന്താ പറയുക രീതിയിലുള്ള ട്രാക്കിലുണ്ടാകുന്ന ആ ഒരു ഗ്രാഫിനനുസരിച്ച് ഫൈറ്റിൻ്റെ സ്വഭാവം മാറുന്നുണ്ട് ചെറുതായിട്ട് അറ്റ് ദ എൻഡ്. നിർമ്മൽ പാലാഴിയിലേക്ക് വരികയാണെങ്കിൽ ഇപ്പം ഒരുപാട് സിനിമയിൽ നമ്മളെ ചിരിപ്പിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ഫൈറ്റ് സീനിൽ അതേപോലെ തന്നെ ബുദ്ധിമുട്ടാണ് ചിരിപ്പിക്കുക എന്നുള്ളത്. സ്ക്രീനിൽ എല്ലാവരും ചിരിക്കുന്നുണ്ടെങ്കിൽ അതൊരു കൊമേഡിയൻ ആക്ടർ അല്ലെങ്കിൽ ഒരു ആക്ടറിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ലാലേട്ടൻ പോലെ ഒരുപാട് സിനിമകളിൽ ചിരിപ്പിച്ചിട്ടുണ്ട്, മമ്മൂക്കയും ചിരിപ്പിച്ചിട്ടുണ്ട്. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കഴിവ് തന്നെയാണ്, ചെറിയ ആക്ടർ ആയിക്കോട്ടെ വലിയ ആക്ടർ ആയിക്കോട്ടെ. അപ്പം എത്രത്തോളം സിനിമയെ സ്നേഹിച്ചു അല്ലെങ്കിൽ അത്രത്തോളം സിനിമയിൽ ആളുകൾക്ക് ചിരിപ്പിക്കണം എന്ന് നിർബന്ധമുണ്ടല്ലോ, എങ്കിൽ മാത്രമേ ആളുകളുടെ ഇടയിലേക്ക് ഒരു സ്ഥാനം നേടാൻ സാധിക്കുകയുള്ളൂ. എത്ര ഡിഫിക്കൽട്ടാണ് ഒരു കോമഡി അവതരിപ്പിക്കാൻ? അല്ല, ഈ ചോദ്യത്തിന് ഉണ്ട് എൻ്റെ ആൻസർ. ശരി, ഒരു പാട്ട് നമുക്ക് പാടിയാൽ അത് ചീഞ്ഞു പോയാലും ആ പാട്ടങ്ങ് വിട്ടേക്കാം. പക്ഷെ ഒരു കോമഡി പറയട്ടെ പറഞ്ഞിട്ട് ചിരിച്ചിട്ടില്ലെങ്കിൽ ഇത്രയും വലിയ ദയനീയാവസ്ഥ വേറെ ഒന്നുമില്ല. അപ്പം ഞാൻ വിശ്വസിക്കുന്നത് സിനിമയിൽ ഞാൻ അങ്ങനെ വല്ലാണ്ട് ചിരിപ്പിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഇതിലെ സ്കിറ്റുകളാണ് കൂടുതൽ ഞാൻ ചിരിപ്പിച്ചിട്ടുള്ളത്. സിനിമയിൽ ഞാൻ വല്ലാണ്ട് അത്രയും കോമഡി സംഭവങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്നാണ് വിശ്വാസം. അങ്ങനെയുള്ള സംഭവങ്ങൾ വരട്ടെ. സ്കിറ്റ് ചെയ്യുമ്പോൾ എനിക്ക് ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇപ്പോൾ യൂട്യൂബിലൊക്കെ നമ്മൾ നിർമ്മൽ പാലാഴി നടിക്കുമ്പോഴത്തേക്കും ഒരുപാട് ഒരു സ്കിറ്റിൻ്റെ ഒരു കോഴിക്കോട് സ്ലാങ്ങിൽ സംസാരിക്കുന്ന ഒരു സ്കിറ്റ് വന്നായിരുന്നു. അപ്പം ഞാൻ വിചാരിക്കുന്നുണ്ട് ഈ ഓഡിയൻസിൻ്റെ ഒരു സ്റ്റേജിൽ പെർഫോം ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം സ്പോട്ടായിട്ട് റിയാക്ഷൻ കിട്ടും. മറ്റേ സിനിമ എന്ന് പറയുമ്പോൾ നമ്മൾ സമയമെടുത്ത് കാണുമ്പോൾ അത് ഉണ്ടാവുന്നതാണല്ലോ. പക്ഷേ സ്പോട്ടിൽ റിയാക്ഷൻ അത് ബാഡ് ആണെങ്കിലും അത് നമ്മളെ ബാധിക്കും. അങ്ങനെ എന്തെങ്കിലും ഒരു മോശം അനുഭവം അല്ലെങ്കിൽ നല്ല അനുഭവം ഉണ്ടായിട്ടുണ്ടോ? നല്ല അനുഭവം ഉണ്ടായിട്ട് മോശം അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, സ്കിറ്റ് ഏൽക്കാണ്ടിരിക്കുക എന്നുള്ള ഭയങ്കര അവസ്ഥയാണ്. അതേപോലെ തന്നെ ഏറ്റു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് അങ്ങനെയുള്ള സംഭവം. അല്ലാണ്ട് മോശം കൂട്ടലിൻ്റെ പരിപാടി പൊട്ടിപ്പോലുണ്ട്, ഈ ബോംബറുണ്ട്, അങ്ങനെയായിരുന്നു ഇത്. പിന്നെ ഇത് സ്പോട്ടിൽ ചെയ്യാതെ പെട്ടെന്നുണ്ടായതല്ല. ഒക്കെ പറഞ്ഞാൽ ഞാനൊരു 25 വർഷമായിട്ട് സ്റ്റേജ് ചെയ്യുന്ന ആളാണ്. അങ്ങനെ ചെയ്ത് ഞങ്ങൾ കൂടുതൽ ആർട്ടിസ്റ്റുകളായിട്ട് ബോണ്ടായി. ഇപ്പം കൂടുതൽ അരീക്ഷത്തെ പറഞ്ഞാൽ ഞാനെന്ന് പറയും. അത് ചിലപ്പം റിഹേഴ്സലും ചെയ്തിട്ടില്ലെങ്കിലും അറിയാണ്ട് കൊണ്ടുകൊടുത്തൊരു ബന്ധം ഉണ്ടായ പോയതാണ്. അത് ഞങ്ങൾ സ്റ്റേജുകൾ ചാൻസ് ചോദിച്ചു തുടങ്ങിയ ആളുകളാണ്. ആ കാലത്ത് ഒരുമിച്ചുള്ള ആളുകളാണ്. അപ്പോൾ അത്രയും കൊല്ലത്തിൻ്റെ എക്സ്പീരിയൻസ് കൊണ്ട് അറിയാണ്ട് വന്നു പോണതാണ്. സിനിമയിലേക്ക് എത്തിപ്പെടാൻ ഇപ്പം പല ആക്ടേഴ്സും പറഞ്ഞിട്ടുണ്ട്, ഏതെങ്കിലും മെയിൻ ആക്ടേഴ്സിൻ്റെ സഹായത്തോടെ എത്തിപ്പെട്ട ഒരുപാട് പേരുണ്ട്. ഇപ്പം അങ്ങനെ ആരെങ്കിലും ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ സിനിമയിൽ? ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ കോമഡി ഫെസ്റ്റിവലിൽ എന്ന റിയാലിറ്റി ഷോയിലാണ്. അത് പക്രു ചേട്ടൻ്റെ പടത്തിലേക്കാണ് ഞാൻ കുട്ടിയും കൂടെ സിനിമയിൽ. പിന്നെ ചാൻസ് വന്നവരൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്തവർ തന്നെയാണ്. അനിലാശ്രമേനൻ എല്ലാം ഇപ്പം പുത്തമ്പണത്തിലേക്കാണ് മമ്മൂക്ക പറഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ എത്തിയത്. അങ്ങനെ പലരും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സോനയിലേക്ക് എത്തുവാണെങ്കിൽ വെയിൽ എന്ന് പറയുന്ന സിനിമയിൽ കാമുകിയായിട്ട് അഭിനയിച്ചു. അതേപോലെ ഓലയില, ഓമേരിയില, ഓക്കെ, ആ സിനിമയിലും ആക്ച്വലി ഒരു കാമുകിയാണ്. ഇതിൻ്റെ അകത്ത് കുറച്ച് കാമുകൻ ഇച്ചിരി കലിപ്പാണല്ലോ. അപ്പോൾ കലിപ്പിൻ്റെ കാരണമായിട്ട് അഭിനയിക്കേണ്ടി വന്നു. അതന്നെ, അതെ, അത് ശരിയാണ്. എല്ലാവരും കോമൺ ഇതുണ്ട്. പക്ഷെ ഇത് ഡിഫറെൻ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്തേക്കുന്നത്. ഒരു ടിപ്പിക്കൽ എന്താ പറയുക റൊമാൻറ്റിക്, അതിനേക്കാളും എനിക്കൊന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും. കുറച്ച് റിയലിസ്റ്റിക് ആയിട്ട്, എന്താ പെയിൻ്റ് അടിച്ച് കാണിക്കാതെ കുറച്ച് റോ ആയിട്ടാണ് കാണിക്കുന്നത്. ഉള്ള എന്താ പറയുക റിലേഷൻഷിപ്സിലുള്ള ബുദ്ധിമുട്ടുകളും ഫൈറ്റ്സും അങ്ങനത്തെ ഒത്തിരി ഇല്ലെങ്കിലും ഉള്ളതൊക്കെ നല്ലൊരു സ്പേസ് തന്നൊരു മൂവിയാണ്. എങ്ങനെയാണ് ഈ സിനിമയിലേക്ക് എത്തിപ്പെടുന്നതും അതേപോലെ അക്കിമിന്റെ കൂടെ ഉണ്ടായിരുന്ന കെമിസ്ട്രി ഒക്കെ എങ്ങനെയായിരുന്നു? എക്സ്പീരിയൻസ് പറയൂ. നമ്മുടെ രഞ്ജിത്ത് സാർ ഉണ്ടല്ലോ, രഞ്ജിത്ത് സാറിൻ്റെ കൂടെ അൺഫോർച്ചുനേറ്റ്ലി
കോമ്പിനേഷൻസ് ഒന്നും കിട്ടിയില്ല. പക്ഷെ ഫസ്റ്റ് ഡേ തന്നെ ഞാൻ ഫോണിൽ സംസാരിച്ചായിരുന്നു. അപ്പോൾ ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി. ഇപ്പോഴാണ് ആദ്യമായിട്ട് മീറ്റ് ചെയ്യുന്നത്. ഹീസ് വെരി പോസിറ്റീവ്. അപ്പോൾ അത് ഭയങ്കര സന്തോഷം. മൂവിയിൽ ഭയങ്കര റാൻഡമായിട്ട് ഞാൻ ഓമേരി ലൈല കഴിഞ്ഞിട്ട് തിരിച്ചു പോയി ഓസ്ട്രേലിയയിൽ. അപ്പോൾ അവിടെ നിൽക്കുമ്പോഴാണ് ബാബു ഇതിലെ പ്രൊഡക്ഷൻ ഡിസൈനറിനെ കോൺടാക്ട് ചെയ്യുന്നത് ഇങ്ങനെ ഒരു മൂവിനെ കുറിച്ച്. എനിക്ക് തോന്നുന്നു 2 വീക്സ് മുന്നേ കണ്ട ഹക്കീമിനെ പോലെ ഞാനും ഭയങ്കര ലാസ്റ്റ് മിനിറ്റ് ആയിട്ട് വന്ന ഒരാളാണ്. പക്ഷേ ആക്ടേഴ്സിൻ്റെ ലിസ്റ്റ് തന്നു. ബിച്ചു ചേട്ടൻ എന്നോട് ക്യാരക്ടറിനെ കുറിച്ച് പറഞ്ഞു. എനിക്ക് കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു എനിക്കിത് ചെയ്യാൻ പറ്റുമോ. കാരണം ഒത്തിരി ചെയ്യാനില്ലെങ്കിലും ഞാൻ പറഞ്ഞ പോലെ ചെയ്യാനുള്ളത് നീറ്റായിട്ട് ചെയ്യണമല്ലോ. അപ്പോൾ ബട്ട് ആൻഡ് ഓൾസോ ഇങ്ങനെ ഒരു മൂവി എനിക്കും പേഴ്സണലി ഇങ്ങനത്തെ ഭയങ്കര റോ ആയിട്ടുള്ള മൂവീസ് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഐ ഫെൽ ലൈക്ക് അതൊരു ചാലഞ്ചായിട്ട് എടുക്കാം. നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും. പിന്നെ ഹക്കീമിൻ്റെ കൂടെ കെമിസ്ട്രി ഐ വാസ് എ ബിറ്റ് ഷൈ അറ്റ് ഫസ്റ്റ്. ഒരാൾ ഭയങ്കര കംഫർട്ടബിൾ ആവും വർക്ക് ചെയ്യാനും. സോ ഇറ്റ്സ് ഓക്കെ. ഹക്കീം പ്രണയവിലാസം എന്ന് പറയുന്ന സിനിമയിലെ റോള് കണ്ടിട്ട് ഭയങ്കര ഫാൻസ് പേജ് ഉണ്ടായ ഒരു ആക്ടറാണ്. പ്രണയവിലാസം ഭയങ്കര അതിൻ്റെ ലാസ്റ്റ് സീനൊക്കെ ഭയങ്കര ഇമോഷണൽ ആയിരുന്നു. അത് പെർഫോം ചെയ്ത സമയത്ത് അത്രയും ഇമ്പാക്റ്റ് ഉണ്ടാവും എന്ന് വിചാരിച്ചിരുന്നോ? നമുക്ക് സിനിമകൾ നമുക്ക് ഷൂട്ട് ചെയ്യുമ്പോഴേ ഇല്ലെങ്കിൽ കഥ കേൾക്കുമ്പോഴേ മനസ്സിലാവുമല്ലോ ഇത് വർക്കാവുന്നു. എനിക്കറിയാമായിരുന്നു ഉറപ്പായിട്ടും വർക്കാവുമെന്ന് 100% ഉറപ്പായിരുന്നു. പിന്നെ ഈ കഥാപാത്രത്തിൻ്റെ ഈ വേരിയേഷൻ, അതായത് ഈ 20കളിലും 40കളിലും എങ്ങനെ പുൾ ഓഫ് ചെയ്യാം എന്നുള്ളൊരു കോൺഫ്ലിക്റ്റ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി പണിയെടുത്തപ്പോൾ അത് സക്സസ്ഫുള്ളായി എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെയാണ്. എന്തായിരുന്നു ചോദ്യം? എന്തായിരുന്നു? അല്ല, ലാസ്റ്റ് ഇമ്പാക്റ്റ് അത് അതേപോലെ നമ്മൾ അഭിനയിച്ച സമയത്ത് ചിലപ്പോൾ അത്രയും സ്ക്രീനിൽ കാണുമ്പോഴത്തേക്കും നമുക്ക് തോന്നൂലല്ലോ. ഇല്ല, ഈ പറഞ്ഞ പോലെ ഈ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾക്ക് അറിയായിരുന്നു ഈ സംഭവം അത് ഇങ്ങനെയാണ് വരാൻ പോകുന്നത്. കഥ മുഴുവൻ അറിയാവുന്നതുകൊണ്ട് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് മൊമെൻ്റ് ആണെന്ന് ഞങ്ങൾക്ക് അറിയായിരുന്നു. അപ്പോൾ അത് അങ്ങനെ തന്നെ ഷൂട്ട് ചെയ്ത് ഔട്ട് കണ്ടപ്പോൾ, ലൈക്ക് മോണിറ്റർ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് വർക്കാവാനുള്ള സാധ്യതയുണ്ട്. വിത്ത് BGM എല്ലാം കൂടെ വരുമ്പോഴത്തേക്കും ഭയങ്കര ഫീല് തോന്നും എന്ന് ഞങ്ങൾക്ക് അറിയാം. சரி சார், உங்களோட ஃபில்மோகிராஃபி பார்க்கும்போது ஒரு கேப் இருக்குது. நீங்கள் வந்து ஒரு படத்தில் வந்து அபிநயிச்சு கொஞ்சம் நாள் ஆச்சு. இப்போது ஏன் கடகம் அந்த மூவிக்கு ஏன் ஓகே சொன்னீங்க? கடகம் அதான், அதுக்கு ஏன் ஓகே சொன்னீங்க? நான் வந்து இங்கே பண்ண மேக்ஸிமம் நான் வந்து எல்லா படமே நான் நல்ல ஸ்கிரிப்ட் கேட்டு அந்த ஸ்கிரிப்டுக்காக தான் நான் வந்து ஆக்சுவலாக. அப்புறம் அதுக்கப்புறம் நிறைய ஃபிலிம்ஸ் வந்தது. ஒருவேளை எனக்கு சூட்டாக என்னோட மைண்டுக்கு அது சரியாக செட் ஆகலை. ரொம்ப நாள் கழிச்சு எனக்கு இந்த ஸ்டோரி கேட்கும்போதே இது யார் ஹீரோ யார் ப்ரொடியூசர் எனக்கு எதுவுமே தெரியாது. அவர் வந்து ஷாஜில் வந்து ஃபஸ்ட்டு இந்த ஸ்கிரிப்ட் சொல்லும்போதே இந்த கதையை கேட்டோன்னே சொன்ன படம் வந்து ஹிட் ஆகிடும், செம்ம ஹிட் ஆகிடும் அந்த படம். எனக்கு கான்ஃபிடென்ட் வந்துருச்சு. அதில் அதுக்கப்புறம் என்னோடய வேஷம் என்ன, அதில் போலீஸ் ஆஃபீஸர் கேரக்டர். ஸோ இந்த கேரக்டர் எப்படி நம்ம வந்து நாட்ராஜா பண்ணும்போது, இல்லை சந்திரோஷம் பண்ணும்போதோ, இல்லை ராஜமாணிக்கம் பண்ணும்போது நமக்கு ஒரு ரெவல்யூஷன் இருந்தது இல்லையா. ஸோ அதை மாதிரி இது இன்னும் கூடுதல் ப்ளஸ்ஸாக இருக்கும் எனக்கு என்னுடைய இந்த வேஷம். ஸோ நல்ல ஒரு வேஷம் அதில் நினச்சிருக்கேன். ரொம்ப நாள் இருந்துச்சு. இப்போ நீங்கள் வந்து முன்னாடி பண்ண படங்கள் எல்லாமே வந்து மோகன்லால் சார் இல்லைன்னா மம்முட்டி சாரோட படங்கள் தான். அதில் எல்லாமே கொடூரமான ஒரு வில்லனாக வந்திருக்காங்க. ஏன் எப்படி இருக்குது ஹக்கீம் கூட வரும்போது அந்த அதே மாதிரி கொடூரமான வில்லனா? இல்லை, அதாவது அவ்வளோ கொடூரமாக இருந்திருக்காங்க. சொல்ல சார். இல்லை அப்படி இல்லை. இதில் வந்து ஒரு அதான் இப்போ கூட சொன்னாங்க, ஒரு நல்ல கெட்டவன் தான். அதனால இதில் வந்து ஒரு கேரக்டர் எனக்கு கதை சொல்கிறது நல்லா இருக்காது. இப்போ நான் என்னுடைய கேரக்டர் சொன்னாலே ஸ்கிரிப்ட் வந்துடும். அது ஸ்கிரிப்டோட சேர்ந்து என்ன மக்களுக்கு அந்த இன்ட்ரெஸ்ட்டு போயிடக்கூடாது. ஸோ இதில் வந்து ஒரு நல்ல ஒரு போலீஸ் ஆஃபீஸர் கேரக்டர். இதில் வந்து மக்கள் மனசில் நிற்கிற மாதிரி இருக்குது இந்த படத்தில். ஏன்னா அது வந்து எப்படி ராஜமாணிக்கம் ஒரு படத்துக்கு ஒரு நேம் இருக்கும், அந்த மாதிரி அந்த நேம் வந்து இந்த படத்தில் கண்டிப்பாக. ஸோ அதனால் ரொம்ப கொடூரமானவன் அப்படிங்கிறதுனால, ஆனால் அதை விட கொடூரமானவனாக இருக்காது. ഫാക്കീസിലേക്ക് വരുവാണെങ്കിൽ ആദ്യത്തെ സിനിമയാണല്ലോ, അപ്പം എങ്ങനെയായിരുന്നു ഈ ഒരു കടകളിലേക്ക് വരുന്നതും ഒപ്പം സിനിമയ്ക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടോ? ആദ്യത്തെ ഒരു സ്റ്റാർട്ടർ വെച്ചിട്ട്
എനിക്ക് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ആദ്യം തന്നെ ഇവരുടെ കൂടെ ഇങ്ങനെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ എനിക്ക് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ രഞ്ജിത്ത് സാറിൻ്റെ അവിടെ മമ്മൂട്ടിൻ്റെ മോഹൻലാലിനെ അടിക്കണം നമ്മൾ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ചന്ദ്രോത്സവം ഇപ്പോൾ നമ്മൾ ഈ നാട്ടുരാജാവ് രാജമണിക്കായാലും അപ്പോൾ ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ഇപ്പോൾ ഒരു ത്രൂ ഔട്ട് ഒരു വേഷം എനിക്കിതിൽ കിട്ടി, ഒരു സ്റ്റാർട്ടർ എന്ന രീതിയിൽ എനിക്ക് ഇത് ഓവറാണ്. ഫസ്റ്റത്തെ ഒരു നടൻ എന്ന് പറഞ്ഞപ്പോൾ ഒരു ത്രൂ ഔട്ട് ഒരു വേഷം കിട്ടി, ഇത് പോസ്റ്ററിൽ ഫോട്ടോ വന്നു, പിന്നെ വേഫർ സിനിമ എടുത്തു എന്നൊക്കെ പറയുമ്പോൾ ഒരു സ്റ്റാർട്ടറിന് ഇത് ഭയങ്കര കൂടുതലാണ്. അക്കീമൊക്കെ ഒരു 10-12 വർഷം അതിൻ്റെ പിന്നാലെ നടന്നിട്ടുണ്ട്. ഞാനൊരു ഇപ്പോൾ ലാസ്റ്റ് 2 years ആയിട്ടുള്ള ഇത് ഇപ്പോൾ സിനിമ എന്നുള്ളൊരു പരിപാടിയിലേക്ക് ഞാനൊരു ഫുട്ബോൾ പ്ലെയർ ആയിരുന്നു. അപ്പോൾ ദുബായിലായിരുന്നു ഞാൻ. അപ്പോൾ ദുബായിലൊരു കളിക്കാൻ പോയിട്ട് അവിടുന്ന് പരിക്ക് പറ്റിയിട്ട് ഞാൻ തിരിച്ചു വന്നതാണ്. അങ്ങനെ ഞാനൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആഡിന് പോയതാണ്. ആഡ് അഭിനയിക്കാൻ വേണ്ടി പോയപ്പോൾ ആ ആഡിൻ്റെ ഡയറക്ടറായിരുന്നു സജിൽ. അപ്പോൾ സജിൽ എന്നെ കണ്ടു, എങ്ങനെയുണ്ട്, അപ്പോൾ സജിലിനെ അവിടുന്ന് കണ്ടു. അപ്പോൾ സജിൽ എന്നോട് അവിടുന്ന് ഒരു ക്യാരക്ടറുണ്ട്, 2 years ബാക്കാണ്, 2 വർഷം മുമ്പ്. അപ്പോൾ എന്നോട് ഇങ്ങനെ ഒരു ക്യാരക്ടറുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓക്കെ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് സജിൽ ഒരു കൊല്ലം കഴിഞ്ഞിട്ട് വീണ്ടും വിളിച്ചു, ഓഡീഷൻ ചെയ്തു. അങ്ങനെയാണ് ഞാൻ ഈ സിനിമയ്ക്ക് എത്തണത്. അതിന് ഭയങ്കര ബിഗ് താങ്ക്സ് ടു സ്പൈനലിൻ്റെ പ്രശ്നമാണ് ഒരു സിനിമ. അതെ, ഭയങ്കര പരിക്കായിരുന്നു. എങ്ങനെയുണ്ട്? അതെ, വേറെ വഴിയില്ലല്ലോ. ഹക്കീം എന്തെങ്കിലും ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നോ പുതിയ ന്യൂ കമ്മറായി വരുമ്പോൾ? ഹക്കീമും നിർമ്മലേട്ടനും എല്ലാവരും ഭയങ്കരമായിട്ട് ഇല്ലേ, എനിക്ക് ഭയങ്കര എക്സ്പീരിയൻസ് തന്നെ. കാരണം ഇത് വലിയൊരു ക്രൂ ആണ്. ഇതിൽ ഞാൻ മാത്രം ഒരു ന്യൂ ഫേസ് ഉള്ളൂ. ഹരിഷ് ചേട്ടൻ്റെ, ജാഫർക്ക് ഉണ്ട്. അപ്പോൾ ഭയങ്കര ഇപ്പോൾ രഞ്ജിത്ത് സാറൊക്കെ ഇങ്ങനെ ചെയ്യണം. ഞാൻ ഫസ്റ്റ് 3ാമത്തെ ദിവസം രഞ്ജിത്ത് സാറ് ഇന്നായിരുന്നു. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ എനിക്ക് ഇതെന്തത് കുറച്ചോരെ ആകെ ഭയങ്കര അത് സാറ് ചെയ്യണമെന്ന്. പിന്നെ ഞാൻ ബാക്കിൽ പോയിട്ട് മറ്റേ സ്പോട്ട് ഹെഡിലൊക്കെ നോക്കുമ്പോൾ വേറെ റിയാക്ഷനൊക്കെ ഫേസിലൊക്കെ നമ്മൾ നേരിട്ട് കാണുമ്പോൾ മനസ്സിലാവുന്നില്ല. അപ്പോൾ ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ഹക്കീമിനായിട്ട് തന്നെ കുറേ ത്രൂ ഔട്ട് പരിപാടി ഉണ്ടായിരുന്നു. ഹക്കീം ഓരോന്ന് പറഞ്ഞു തരും, അങ്ങനെയടാ ഇങ്ങനെയടാ അങ്ങനെയൊക്കെ പറഞ്ഞു തരും. സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് കൊതിയോടെ കാണുന്ന ഒരുപാട് പേര് ആക്ച്വലി ഇപ്പൊ എനിക്ക് തോന്നുന്നു കൊച്ചിയിൽ തന്നെ ആണെങ്കിൽ ഒരു കല്ലെറിഞ്ഞ് കഴിഞ്ഞാൽ ഏതെങ്കിലും എഴുതുന്ന ഒരു അഭിനയം മോഹിനിയുടെയും തലയിലായിരിക്കും. കാരണം പെൺകുട്ടികളും ഉണ്ട് ആൺകുട്ടികളും ഉണ്ട് ആക്ച്വലി അഭിനയ മോഹമായിട്ട് വരുന്നത്. അപ്പോൾ ഒരു കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു ഹക്കീമും അതേപോലെ സിനിമയെ ഒരുപാട് കൊതിയോടെ കണ്ട ഒരു വ്യക്തിയാണല്ലോ. ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആദ്യമായി അഭിനയിക്കുന്ന സിനിമാ നടന്മാർ, അതായത് പുതുമുഖ താരങ്ങൾക്ക് വളരെ മോശമായ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, എസ്പെഷ്യലി പ്രതിഫലം കിട്ടുന്ന ഒരു തരത്തിൽ. അതായത് ചിലർ നിനക്കൊരു അവസരമല്ലേ തരുന്നത്, നിനക്ക് പ്രതിഫലത്തിന്റെ ആവശ്യമുണ്ടോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വിട്ടിട്ടുണ്ട്. വണ്ടിക്കൂലിക്ക് പോലും കാശില്ലാതെ ഞാൻ പോയിട്ടുണ്ട് എന്നൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫൈനലി ആ ഒരു ഇതിൽ നിന്ന് സെഗ്മെന്റിൽ നിന്ന് ഇപ്പോൾ ഈ ഒരു കടകളിൽ എത്തുമ്പോഴത്തേക്കും ആ ഒരു ട്രാവൽ എങ്ങനെയായിരുന്നു? അത് അങ്ങനെ എന്താ ചെയ്യുക, ഇതിപ്പോൾ അങ്ങനെയാണ് ഈ ഇൻഡസ്ട്രി. ഇതൊന്നല്ല, എല്ലായിടത്തും ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഇതൊരു അവസരമായിട്ട് ഇല്ലെങ്കിൽ ഞാൻ നിനക്ക് തരുന്ന ഒരു ഉപകാരമായിട്ട് ഒക്കെയാണ് പലപ്പോഴും ഈ പറയുന്ന ചെറിയ ചെറിയ ആർട്ടിസ്റ്റുകൾക്ക് ഇല്ലെങ്കിൽ ആദ്യമായിട്ട് വരുന്ന ആളുകൾക്കൊക്കെ പൊതുവേ ഉള്ളൊരു ഇത്. ഇപ്പം എനിക്ക് ഒരുപാട് മാറിയിട്ടുണ്ട് കേട്ടോ. ഞാൻ എൻ്റെ തുടക്കത്തിൽ 10 വർഷം മുന്നേ ഉള്ള കാര്യമാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ പറയുന്ന പോലെ പേയ്മെൻറ്റ് ഉണ്ടാവില്ല, വണ്ടിക്കൂലി കിട്ടില്ല. കാരണം എന്താ, ഞാൻ നിനക്കൊരു ചാൻസ് തന്നില്ലേ, ലൈക്ക് ഇതിലൂടെയാണ് അടുത്തത് വരാൻ പോകുന്നത് എന്നുള്ള രീതിയിൽ. അത് ഒരു തരത്തിൽ ശരിയാണ്. കാരണം എനിക്ക് ചെറിയ ചെറിയ വേഷങ്ങൾ അവിടെ ഇവിടെയൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഞാൻ പോയി നിന്നിട്ട് അഭിനയിക്കാതെ പോന്നിട്ടുണ്ട്, എനിക്ക് അവിടുത്തെ സെറ്റപ്പ് മനസ്സിലായിട്ട്. അങ്ങനെയും കുറേ പടങ്ങളുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ റെസ്പെക്റ്റ് ഉണ്ടാവില്ല. അതായത് എനിക്ക് എന്നോട് തന്നെയുള്ള റെസ്പെക്റ്റ് അവിടെ പോകും. ഞാനിത് തെണ്ടി നടന്ന് ചെയ്യുകയാണെന്നുള്ളൊരു തോന്നൽ വരും. അപ്പോൾ അത് ഒരു പോയിന്റ് എത്തുമ്പോൾ നമുക്ക് മനസ്സിലാകുമ്പോൾ നമ്മൾ തന്നെ അതിൽ നിന്ന് ബ്രേക്ക് ചെയ്ത് പുറത്തേക്ക് വരും. ഇതൊരു ജോലിയായിട്ട് കാണാനാണ് എനിക്ക് ആഗ്രഹം. ഇതിനകത്ത് ഈ ബാക്കി പറയുന്ന ഈ വരുന്ന കാര്യങ്ങളൊക്കെ, ബിസിനസ്സൊക്കെ അതിൻ്റെ വേറൊരു തലമാണ്. പക്ഷേ ഫസ്റ്റ് ഓഫ് ഓൾ ഇതൊരു ജോലിയാണ്, ഇറ്റ്സ് എ ജോബ്. അപ്പോൾ അതിന് പ്രോപ്പറായിട്ട് എത്ര ചെറുതാണെങ്കിലും എത്ര വലുതാണെങ്കിലും അത് ഡിസേർവ് ചെയ്യുന്ന ഒരു എമൗണ്ട് കൊടുക്കണം എന്നുള്ളൊരു ആഗ്രഹം, ഇല്ലെങ്കിൽ അതിനു വേണ്ടി വാദിക്കുന്ന ഒരാളാണ് ഞാൻ. ആരുടെ ജോലിയും ചെറുതല്ല. ഞാനൊരു അസിസ്റ്റൻറ്റ് ഡയറക്ടർ ആയതുകൊണ്ട് എനിക്ക് വ്യക്തമായിട്ടറിയാം
ഞാൻ ചെയ്യേണ്ട ജോലി അവിടെ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ സിനിമയെ ഭയങ്കര സാരമായിട്ട് തന്നെ അത് ബാധിക്കും. അതുപോലെ തന്നെ ആക്ടറുടെ ജോലി ചെറുതല്ല, ആരുടെയും ലൈറ്റ് ചെയ്യുന്ന ചേട്ടന്മാരുടെ ജോലി ചെറുതല്ല. എല്ലാവരുടെയും ജോലിക്ക് അതിൻ്റേതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്. അതിന് ഡിസേർവ് ചെയ്യുന്ന, ഈവൻ അതിനകത്തേക്ക് അഭിനയിക്കാൻ വരുന്ന ജൂനിയർ ആർട്ടിസ്റ്റുകൾക്കാണെങ്കിലും അവർക്ക് ഡിസേർവ് ചെയ്യുന്ന ഒരു എമൗണ്ട് അവർക്ക് കൊടുക്കണം. ഒരാളെ വിളിച്ചു വരുത്തി ഒരാളുടെ ആയുസ്സിൽ ഒരു ദിവസം നമ്മൾ അയാളെ നിന്ന് മേടിക്കുകയാണ്. അപ്പോൾ അതിനോടുള്ള ഒരു റെസ്പെക്റ്റ് നമ്മൾ കാണിക്കണം. ഈ പണത്തിന് പണം എന്നുള്ള രീതിയിലല്ല, ഒരാളുടെ എന്താ പറയുക, ഒരാളുടെ നമ്മൾ എടുക്കുകയല്ലേ, ഒരാളുടെ ലേബർ നമ്മൾ മേടിക്കുകയല്ലേ. അപ്പോൾ അത് ഡിസേർവ് ചെയ്യുന്ന ഒരു കൂലി നമ്മൾ കൊടുക്കണ്ടേ? ടൈമിനും എല്ലാത്തിനും കൊടുക്കണ്ടേ? അപ്പോൾ ഇതിനു വേണ്ടി തന്നെ ജീവിക്കുന്ന ആൾക്കാർ വിളിച്ചു വരുത്തി ഇതുപോലെ പച്ചക്കിരുത്തി പറ്റിച്ചു വിടുന്ന ഒരു പരിപാടി അത് വളരെ മോശമാണ്. പിന്നെ ഈ വളർച്ചയുടെ കാര്യം പറഞ്ഞാൽ, ഈ അന്ന് തന്നെ വണ്ടിക്കൂലി തരാത്ത, അല്ലെങ്കിൽ അന്ന് തന്നെ എന്താ ഇതിൽ അവസരമാണെന്ന് പറഞ്ഞ ആൾക്കാർ തന്നെ എന്നെ ഇപ്പോൾ കഥ കേൾക്കാനൊക്കെ വിളിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഇതൊരു വൈരാഗ്യമോ റിവെഞ്ചോ എടുക്കുന്ന കാര്യമല്ല. ഇത് അവസ്ഥ ഇതാണ്, അവരുടെ അവസ്ഥ ഇതാണ്. നമ്മുടെ ഇൻഡസ്ട്രി ഭയങ്കര ചെറുതാണ്. ആകെ 3 കോടി ജനങ്ങളെ ഇവിടെ ഉള്ളൂ. 3 കോടി ജനങ്ങളും പടങ്ങൾ കാണുന്നില്ല. അപ്പോൾ അവരുടെ അവസ്ഥ അതാണ്. നമ്മുടെ ആവറേജ് പടം എന്ന് പറയുന്നത് 3 CR തൊട്ട് 5 CR വരെയൊക്കെയാണ് വരുന്നത്. 270 പടം ഇറങ്ങുന്നുണ്ട് ഇവിടെ. അപ്പോൾ അത്ര കോമ്പറ്റീഷൻ, അത്ര ചെറിയ ഇൻഡസ്ട്രി ആയതുകൊണ്ട് ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ക്യാഷ് ഫ്ലോ ഇവിടെ നടക്കുക. അല്ലാണ്ട് അവരും പിടിച്ചു വയ്ക്കുന്നതല്ല. പക്ഷേ ഇതാണ് അവസ്ഥ, ഇതാണ്. അപ്പോൾ ഇതുപോലെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അതിലൊന്നും ചെവി കൊടുക്കാതിരിക്കുക, അതിൽ ഓർത്ത് വിഷമിക്കാതിരിക്കുക, സ്വയം പണിയെടുക്കുക, രക്ഷപ്പെടുക. ഇതേ ഒരു അനുഭവം എനിക്ക് തോന്നുന്നു നിർമ്മൽ ചേട്ടന് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ആക്സിഡന്റ് കഴിഞ്ഞിട്ട് ഞാൻ ഇതേപോലെ ഒരു ഷൂട്ടിംഗ് സെറ്റിലേക്ക് പോയപ്പോൾ ഒരുപാട് ടേക്ക് എടുത്തു. അതിനുശേഷം പിന്നീട് ഇതേപോലെ വിളിച്ചപ്പോഴത്തേക്കും പിന്നെ ആളെ വിളിക്കണ്ട, ആളെ കണ്ടു കഴിഞ്ഞാൽ ക്യാമറമാൻ തല്ലും എന്നൊക്കെ പറഞ്ഞ് വളരെ ഇമോഷണൽ ആയിട്ടാണ് സംസാരിച്ച് കണ്ടൊക്കെ നിറഞ്ഞിട്ട്. അപ്പോൾ ആ ഒരു ഇന്റർവ്യൂ ഞാൻ ആക്ച്വലി കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം ഒരുപാട് സിനിമകൾ ഇപ്പോൾ അവസരങ്ങൾ കിട്ടുന്നുണ്ടല്ലോ, ആ പറഞ്ഞവർ തന്നെ തിരികെ വിളിച്ചു. ഇപ്പം ഹക്കീം പറഞ്ഞോണ്ട് ഞാൻ ചോദിച്ചത്. ഹക്കീം പറഞ്ഞ കാര്യം, ഇവിടൊരു വേറൊരു വ്യക്തിപരമായിട്ടൊരു വിഷയമോ കാര്യങ്ങളോ വെക്കേണ്ട കാര്യമില്ല. സാഹചര്യം അങ്ങനെയാണല്ലോ. അപ്പം സിനിമ ആരെയാണോ ആവശ്യം അവരെയാണെന്നുണ്ട്. നമ്മൾ ആവശ്യക്കാരൻ ആളെ നമ്മൾ ശ്രമിക്കുക, അത്രേ ഉള്ളൂ. അല്ലാണ്ട് അവനെന്ന രീതിയിലെ സമയത്ത് അന്ന് എനിക്ക് ആക്സിഡന്റ് കഴിഞ്ഞ് എനിക്ക് മെമ്മറി കുറച്ച് കട്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ എനിക്ക് എൻ്റെ ആളുകളെ തന്നെ കണ്ടാൽ തിരിച്ചറിയാത്തൊരവസ്ഥയില്ല. ആ സമയത്ത് ഡയലോഗ് 30 ദിവസം ഡേറ്റ് ഉണ്ടായിരുന്നു. ഡയലോഗിനും സമ്മതി. അപ്പം ഞാനിത് ഈ പ്രശ്നം പറഞ്ഞില്ല, എൻ്റെ മെമ്മറിയിലും അറിയില്ല. അങ്ങനെ പടത്തിൽ നോട്ടെ, പിന്നെ വേറെ പടത്തിനെ വിളിച്ച് പറഞ്ഞേ കുളിക്കുന്ന അതാ നമ്മൾ റീടേക്ക് എടുത്ത സമയം കൊണ്ട് 13-14 ടേക്ക് പോയിരുന്നു. അന്ന് വിഷമം ഉണ്ടായിരുന്നു. ഇപ്പം ആലോചിക്കുമ്പോൾ വിഷമമൊന്നുമില്ല. ഇപ്പം വർക്ക് ഉണ്ടായി കഴിഞ്ഞാൽ സെറ്റാണ്. അതുണ്ടാവുന്ന വരെ ഒരു വിഷമം. രഞ്ജിത്ത് സാർ, ഇറ്റ്സ് മൈ ഹംബിൾ റിക്വസ്റ്റ്. ഇന്ന് എന്തായാലും വാലന്റൈൻസ് ഡേ ആണ്, ഷൂട്ട് ചെയ്യുന്ന ദിവസം കേട്ടോ. അപ്പോൾ മലയാളത്തിൽ എന്തെങ്കിലും ഒരു ഡയലോഗ് പ്രണയം സംബന്ധിച്ച് എന്തെങ്കിലും മനസ്സിലുണ്ടോ? മലയാളം ഡയലോഗ്. ഇറ്റ്സ് മൈ ഹംബിൾ റിക്വസ്റ്റ്. മലയാളം അറിയാമല്ലോ, എന്തെങ്കിലും ഒരു ഡയലോഗ്. പ്രണയം റിലേറ്റഡ് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, എന്തെങ്കിലും. മലയാളത്തിൽ ഒന്നും അറിയത്തില്ല, പറഞ്ഞു കൊടുക്കും. எனக்கு என்ன, ஐ எம் நாட் a ஸ்டேஜ் ஆர்டிஸ்ட். இப்போ நிர்மல் படாலி இருக்குல்ல, நீங்கள் அவரை வச்சு இப்போ ஒரு ஷோவே பண்ணலாம். நான் பேசுறது புரியுதில்ல, கரெக்டாக சார்? ഇവരാരും മലയാളം പഠിപ്പിച്ച് തന്നില്ലേ സാറിന്? அறியாப்பா, இல்லை எனக்கு அறியாம். நான் அந்த ஸ்பாட்டில் பெர்ஃபார்ம் பண்ணுறது வேறு, நான் பேசுறது புரியுதில்ல. இப்போது நான் வேறு, ஐ எம் அ டிஃப்ரெண்ட் பர்சன். நீங்கள் அந்த ஸ்பாட்டில் அந்த கேரக்டராக நிற்கும் போது அது வேறு. சொல்றது புரியுதா? அதுக்கு ஒரு வேல்யூ இருக்குல்ல. உங்களுக்கு புரியுதா நான் சொல்ல? அது മനസ്സിലായില്ല? മനസ്സിലായി. തമിഴ് മനസ്സിലാവുന്നില്ല. സാറിനെ കൊണ്ട് 2 മലയാളം പഠിപ്പിക്കാന്ന് വിചാരിച്ചപ്പോൾ അത് നടക്കത്തില്ല. സാറ് ഈ സിനിമയിൽ കാണുന്ന പോലെ അല്ല സാറ്. ഞാൻ ആദ്യം കാണുമ്പോൾ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ സാറിൻ്റെ അതപ്പോൾ ഞാൻ ആക്കി ഞാൻ പേടിച്ചു. സാറ് അങ്ങനത്തെ ഭയങ്കര സ്വീറ്റായിട്ട് സാറ് എന്ന് പറഞ്ഞാൽ എല്ലാവരും ഇവൻ ചായ കൊണ്ടുവരുന്ന നമ്മളെ ആൾക്കാർക്കും സാറ് സാറേന്ന് വിളിക്കാം. ഞാൻ തമിഴിൽ ഞാൻ സീരീസിൽ അഭിനയിക്കാൻ പോയപ്പോൾ അവിടെ ഒരു കാരവാൻ്റെ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട് എൻ്റെ പേര്.
ഇവിടേക്ക് ഒരു ക്യാരവാനുള്ള അപ്പോൾ ഒരാൾക്കൊരു ക്യാരവാൻ ഉള്ളപ്പോൾ ഞാൻ ആദ്യം പോയിട്ട് ബാത്റൂമിൽ പോയിട്ട് പൈപ്പ് തുറന്നിട്ടൊന്ന് കരഞ്ഞ് സ്വന്തമായിട്ട് ക്യാരവാനുള്ള പേരൊക്കെ ഉണ്ട്. അവിടെ കുറച്ച് ഭയങ്കര റെസ്പെക്റ്റ് ആണ്. സാറ് ഭയങ്കര ട്രീറ്റിങ്, സാറിൻ്റെ ട്രീറ്റിങ് ഭയങ്കര. வேறு என்ன இருக்குது இந்த இண்டஸ்ட்ரியில் எல்லாரும் கஷ்டப்படுது, உங்களுக்கு புரியுதுல்ல? எல்லாரும் நல்லா வரணும், இந்த படம் நல்லா வரணும். எல்லாத்துக்கும் மனசுக்குள்ளேயே அவங்க அம்மா அப்பாவோட ப்ரேயர் இருக்குது, ஒய்ஃபோட ப்ரேயர் இருக்குது. எல்லாரும் நீங்கள் ஆர்டிஸ்டும் கஷ்டம். அதில் நமக்கு ரொம்ப இம்பார்ட்டண்ட்டு இந்த மாதிரியான விஷயங்களில் ரொம்ப இம்பார்ட்டண்ட் என்ன தெரியுமா? இப்போ நான் ஒரு கதை வச்சுருக்கேன், இல்லை இவர் ஒரு டைரக்டர் கதை வச்சுருக்காரு. நீங்கள் அவங்க அப்பாவோ அம்மாவோ வீடு விற்று படம் எடுக்க மாட்டார். இவருக்கு ஒரு ஸ்கிரிப்ட் இருக்குன்னா இவருக்கு எத்தனை ஃப்ரெண்ட்ஸ் இருக்கு, ஆளுக்கு 10 லட்சம் கொடுத்து படம் எடுக்க மாட்டாங்க. சினிமாங்கிறது ரொம்ப ரிஸ்க்கு. யாரோ ஒருத்தர் கதை பண்ணியா, யாரோ தெரியாத ஒரு ஆள் அந்த கதை கேட்டுட்டு ஓகே இந்த படத்துக்கு நம்ம ரிஸ்க் எடுக்கலாம், நல்லா இருக்கு, மனசாயிடுது அப்படின்னு ஒரு விஷயத்தை வரும்போது தான் ஒரு ப்ரொடியூசரை நம்ம இந்த படத்தில் பெரிய ஸ்டார் வந்து சஜில் மெம்பர், ஏன்னா ஸ்கிரிப்ட் தான். ஆனால் அந்த ஸ்கிரிப்டை ஓகே பண்ண கலில் ரியல் ஸ்டார். ஏன்னா இன்னைக்கு ஒரு வாய்ப்பு கிடைக்கிறது கஷ்டம், சான்ஸ். நான் சொல்றது உங்களுக்கு புரியுதுல்ல? அதில் ஸ்பைனல் கார்டு வேணும் ஒரு ப்ரொடக்ஷனுக்கு. என்ன, ஒரு ஆர்டிஸ்டை போடும்போது இவரை போடலாம், அவரை போடலாம், இவரை போடும்போது பிஸ்னஸ் ஆகும்னா இல்லாமல் இந்த கதைக்கு இல்லாது அப்படி இவங்க எல்லாரும் அவங்க சூஸ் பண்ணி இந்த கதைக்கு வைக்கும்போது அதுதான் கெட்ஸ் ஸ்பைனல் கார்டு. அதுதான் சொல்லுவோம் முதுகில் முள் வராது. அப்போ அவர் எது நம்புறாரு? நம்மளை ட்ரஸ்ட் பண்ணல, அவர் ஸ்கிரிப்டை ட்ரஸ்ட் பண்ணுறாரு. சஜிலோட ஸ்கிரிப்டை ட்ரஸ்ட் பண்ணுறாரு. ஸோ அதுதான் இங்கே எல்லாருமே இங்கே பார்க்குற ஆள் இல்லை, ஸ்க்ரீனில் எல்லாருமே அவ்வளோ ஆப்டாக இருக்காங்க. எல்லாரும் சூப்பராக பண்ணியிருக்காங்க സ്ക്രീനിൽ. ഓക്കെ, അപ്പോൾ എന്തായാലും ഒരുപാട് കാത്തിരിപ്പിന് ശേഷം ഘടകൻ തിയേറ്ററിലേക്ക് എത്തുകയാണ്. അപ്പം കൊച്ചിൻ മീഡിയ ഗ്രൂപ്പ് വഴി നിങ്ങൾക്ക് എങ്ങനെയാണ് ഘടകനിലേക്കുള്ള പ്രേക്ഷകരോട് പറയാനുള്ളത്, അതേപോലെ എന്തൊക്കെ പ്രതീക്ഷകളാണ് പറഞ്ഞോളൂ. ഘടകൻ ഈ വരുന്ന മാർച്ച് 1 വേഫെയർ ഡിസ്ട്രിബ്യൂഷൻ വഴി ഞങ്ങൾ തിയേറ്ററിലേക്ക് എത്തുകയാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ വളരെയധികം പ്രതീക്ഷയോടെ കൂടെയാണ് ഞങ്ങൾ ഈ സിനിമ എത്തിക്കുന്നത്. വേറൊന്നുമില്ല, ഇതൊരു തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട പടമാണ്. ഇപ്പോൾ തിയേറ്ററിൽ നിന്ന് പോയി കഴിഞ്ഞ് OTT എത്തുമ്പോൾ ഇത് OTT കാണണ്ട, തിയേറ്ററിൽ കാണേണ്ട പടമായിരുന്നു എന്ന് നിങ്ങൾ ചിലപ്പോൾ പറയും. അതുകൊണ്ട് അവസരം ഉണ്ടാക്കരുത്, തിയേറ്ററിൽ തന്നെ കാണേണ്ട പടമാണ്. അത്ര മനോഹരമായിട്ട് തന്നെ എല്ലാവരും വർക്ക് ചെയ്തിട്ടുണ്ട്. 4-5 ഫൈറ്റ് ഉണ്ട്. ഇതൊരു ഫാമിലി ഓറിയൻറ്റഡ് ഇമോഷണൽ ഡ്രാമയാണ്. അപ്പോൾ ആ രീതിയിൽ തന്നെ എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണുക, ഞങ്ങളെല്ലാവരും അനുഗ്രഹിക്കുക. താങ്ക് യു സോ മച്ച് സാർ. அப்படி இல்லை, எல்லாருக்கும் இந்த படம் ரிலீஸ் ஆகும்போது தியேட்டருக்கு வந்து பார்க்கணும்னு சொல்கிறது என்ன அப்படின்னா, எல்லாரும் ஒரு பெரிய ட்ரீம், யங் பிளட்டு, நியூ கமர்ஸ், அவங்களுக்கு நீங்கள்லாம் தான் ஒரு மதர் மாதிரி இருந்து ஒரு நல்ல தாய் உள்ளத்தோட ஒரு நல்ல கலைஞர்களுக்கு நீங்கள்லாம் ஒரு வாய்ப்பு கொடுக்கணும். ஸோ அதனால் நீங்கள் தியேட்டருக்கு வந்து இந்த படம் பாருங்கள். கட்டாயமாக வெற்றி விழாவில் உங்கள் பேரை நான் சொல்லுவேன். நன்றி, வணக்கம். താങ്ക് യു. കൂടുതൽ വീഡിയോസിനായി B4 Place ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.